വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജിത. നമ്മുടെ ഡിസംബർ 2025 CSIR എക്സാമിനെ പറ്റിയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ആകാംക്ഷയോട് നോക്കിയിരിക്കുകയാണ് എന്നായിരിക്കും അടുത്ത CSIR എക്സാം എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ CSIR എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഒപ്പം എന്താണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പൊ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്താണ് അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ CSIR എക്സാം എന്താണ്, നമുക്ക് JRF അല്ലെ, സ്റ്റൈഫൻഡോട് കൂടി PhD ചെയ്യാം. അതല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് PhD അഡ്മിഷനിലേക്ക് എല്ലാം നമ്മളെ ക്വാളിഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിഫയിങ് എക്സാം ആണ് CSIR എക്സാം എന്ന് പറയുന്നത്. ഇത് CSIR-ഉം UGC-യും കൂടി സംയുക്തമായി ചേർന്ന് നടത്തുന്നതാണ് ജോയിന്റ് CSIR UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ത്രൂ NTA എന്ന് പറയുന്ന കണ്ടക്ടിങ് ബോഡി വഴിയാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. എക്സാമിന്റെ ഡേറ്റ് ഡിസംബർ 18 അപ്പൊ ഈ ഡേറ്റ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇനി നമുക്ക് മുൻപുണ്ടായിരുന്നത് പോലെ ജൂൺ ഡിസംബർ എന്നിങ്ങനെ രണ്ട് ടൈമിലായിട്ട് ഈ എക്സാം കണ്ടക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഇനി എക്സാം പോകുന്നത്. കാരണം നമ്മളെ കോവിഡ് വന്ന ടൈമിൽ ആ ഒരു ഫ്ലോ ചെറുതായിട്ടൊന്ന് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും നേരത്തെ സെയിം ഫ്ലോയിലേക്ക് എത്താൻ പോവുകയാണ്. വർഷത്തിൽ 2 എക്സാം, ഒന്ന് ജൂണിൽ 2 ഡിസംബറിൽ. അപ്പോൾ നമുക്ക് ഇനി വരാനിരിക്കുന്നത് ഡിസംബർ 18 എക്സാമിന്റെ ഡേറ്റ് എന്ന് കൃത്യമായി വന്നിട്ടുണ്ട്. ആൻഡ് ഈ എക്സാമിലേക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ CSIR എക്സാം ഏതൊക്കെ സബ്ജക്ട്സിലേക്കാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്? ലൈഫ് സയൻസ് ഉണ്ട്, ഫിസിക്കൽ സയൻസ് ഉണ്ട്, കെമിക്കൽ സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്, എർത്ത്, അറ്റ്മോസ്ഫിയറിക്, ഓഷ്യൻ ആൻഡ് പ്ലാനറ്ററി സയൻസ് എന്നീ സബ്ജക്ട്സിലേക്കാണ് നമ്മുടെ CSIR എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഈ എക്സാം കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് അല്ലെ. നിങ്ങൾക്കൊരു റിസർച്ച് ഫെലോ ആയിട്ട് വർക്ക് ചെയ്യാം, PhD ചെയ്യാം, നല്ല പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിങ്ങൾക്ക് PhD ചെയ്യാം. അതും എന്താണ് സ്റ്റൈഫൻഡോട് കൂടി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് നിങ്ങൾക്ക് പല യൂണിവേഴ്സിറ്റീസിലും ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൂടാതെ എന്താണ് IIT CSIR ലാബ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു ക്വാളിഫയിങ് എക്സാം തന്നെയാണ് CSIR എക്സാം എന്ന് പറയുന്നത് അല്ലെ. സയൻസ് ഫീൽഡിലുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം തന്നെയാണ്. അപ്പോൾ ഈ ഒരു എക്സാം പ്രധാനമായും 3 കാറ്റഗറീസ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നത്. കാറ്റഗറി 1, 2, 3 എന്നിങ്ങനെ 3 കാറ്റഗറീസ് ആണ് വരുന്നത്. ഇതില് കാറ്റഗറി 1 എന്ന് പറയുന്നത് JRF ആണ്. അപ്പൊ JRF ലഭിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് എന്താണ് മാസം സ്റ്റൈഫൻഡ് ലഭിക്കുന്നുണ്ട്. ആ സ്റ്റൈഫൻഡോടൊപ്പം തന്നെ എന്താ ആ വ്യക്തിക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായി കൂടി വർക്ക് ചെയ്യാം. അതിനൊപ്പം PhD അഡ്മിഷനും കിട്ടുന്നുണ്ട് അല്ലെ. ഇനി അടുത്ത നോക്കിക്കേ, അടുത്തത് കാറ്റഗറി 2 ആണ്. അവിടെ എന്താ വരുന്നത്, നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യാം. ഒപ്പം തന്നെ എന്താ PhD അഡ്മിഷനിലേക്കുള്ള ക്വാളിഫിക്കേഷനും കിട്ടുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് കാറ്റഗറി 3 എന്താ വരുന്നത്, നിങ്ങൾക്ക് PhDക്കുള്ള ഒരു ക്വാളിഫയിങ് എക്സാം, ഒരു അഡ്മിഷൻ ടു PhD മാത്രമാണ് കിട്ടുന്നത്. അവിടെ നിങ്ങൾക്ക് സ്റ്റൈഫൻഡും കിട്ടുന്നില്ല, അസിസ്റ്റന്റ് എന്താണ് പ്രൊഫസർഷിപ്പ്, അതായത് അങ്ങനെ ഒരു കോളേജിൽ വർക്ക് ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല. ജസ്റ്റ് PhDയിലേക്കുള്ള അഡ്മിഷൻ മാത്രമാണ് ലഭിക്കുന്നത്. ഇങ്ങനെ 3 കാറ്റഗറീസിലേക്കാണ് ക്വാളിഫിക്കേഷൻസ് വരുന്നത്. ശരി, ഇനി ഈ എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എന്തായിരിക്കണം എന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന ലൈഫ് സയൻസ്, ഫിസിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, മാത്സ്, അതേപോലെ തന്നെ ഈ പറയുന്ന എർത്ത് സയൻസ് സബ്ജക്ട്സിൽ MSCയോ അല്ലെങ്കിൽ ഇക്വലന്റ് ഡിഗ്രിയോ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് നിങ്ങൾ ജനറൽ കാറ്റഗറി EWS OBC കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ 55% മാർക്ക് നിങ്ങളുടെ PGക്ക് ഉണ്ടായിരിക്കണം. ഇനി SC ST അതേപോലെ തന്നെ എന്താണ് PWD സെക്ഷനിൽ പെട്ടവരാണ് എന്നുണ്ടെങ്കിൽ 50% മാർക്ക് മതിയാവും. ഒപ്പം തന്നെ പറയുന്നുണ്ട് എന്താണ്, PG ചെയ്യുന്നവർക്കും ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. PG ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും PGയുടെ ലാസ്റ്റ് സെം എക്സാം എഴുതി വെയിറ്റ് ചെയ്യുന്നവർക്കും എല്ലാം ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് ഇനി ഈ പറയുന്ന
MSc ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ എക്സാം എഴുതി നിങ്ങൾ ഈ എക്സാം ക്വാളിഫൈ ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കിട്ടിയത് അഡ്മിഷൻ ടു PhD ആണ്, മൂന്നാമത്തെ ആ ഒരു ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ കിട്ടി 1 ഇയറിനുള്ളിൽ നിങ്ങൾ PG പാസ്സായിരിക്കണം എന്നാണ് പറയുന്നത്. അഡ്മിഷൻ ടു PhD നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ വിത്തിൻ 1 ഇയർ നിങ്ങളുടെ PGയുടെ റിസൾട്ട് വന്നിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് കാറ്റഗറി 1 or 2 ആണ് കിട്ടിയത് എങ്കിൽ നിങ്ങൾ എന്താണ് 2 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ PG പാസ്സായിരിക്കണം എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ നമ്മുടെ പുതിയ NEP പ്രകാരം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം 4 ഇയർ ഡിഗ്രി ചെയ്തവർക്കും എന്ത് ചെയ്യാം, ഈ എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് 8 സെമസ്റ്റർ 4 ഇയർ ഡിഗ്രി, ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ആയവർക്കും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയറിലായി അല്ലെങ്കിൽ ലാസ്റ്റ് സെം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാർക്കിൽ മാത്രം ഒരു വ്യത്യാസമുണ്ട്. എന്താണ്, ജനറൽ കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ 75% മാർക്ക് നിങ്ങൾക്ക് വേണം. അതേപോലെ SC ST OBC NCL കാറ്റഗറിയിൽ പെട്ടവര് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 70% മാർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു വ്യത്യാസവും കൂടി ഇപ്രാവശ്യം ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് അടുത്തത് എന്താണ്, നിങ്ങൾക്ക് ഏജ് ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഏജ് ലിമിറ്റ് ഏതിനാണുള്ളത്? JRFന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഉള്ളത്. ബാക്കി 2 കാറ്റഗറിക്കും ഏജ് ലിമിറ്റ് ഇല്ല. JRFന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആ മാസം 1-ാം തീയതി നിങ്ങൾക്ക് 30 വയസ്സിൽ കൂടരുത് എന്നാണ് പറയുന്നത്. നമ്മുടെ എക്സാം ഡേറ്റ് വന്നു ഡിസംബറിലാണ്. അപ്പൊ ഡിസംബർ മാസം 1-ാം തീയതി നിങ്ങളുടെ പ്രായം 30 വയസ്സിൽ കൂടരുത് എന്നാണ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇനി SC ST PWD ആ ഒരു ഭാഗത്ത് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം ഏജ് റിലാക്സേഷനും കിട്ടുന്നുണ്ട്. ഓക്കെ, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ആൻഡ് ഈ എക്സാം എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ മോഡ് ഓഫ് എക്സാമിനേഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്താണ് csirnet.nta.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ എക്സാമിൻ്റെ സിലബസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും www.csirhdg.res.in എന്ന് പറയുന്ന ആ ഒരു സൈറ്റിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. എന്ന് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഒക്ടോബർ 24-ാം തീയതി വരെ രാത്രി 11:50 വരെയാണ് നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർക്കുക, നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 24 രാത്രി 11:50 വരെ മാത്രമാണ്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് നോക്കിയേ, ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 1150 ആണ് ഫീസ് വരുന്നത്. OBC EWS ആണെങ്കിൽ എന്താണ് 600 ആണ് നിങ്ങളുടെ ഫീസ് വരുന്നത്. SC ST PWD ട്രാൻസ്ജെൻഡർ ആ ഒരു ഭാഗത്ത് വരുന്നവർക്ക് 325 ആണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്, ഓർത്തിരിക്കുക. ശരി, ഇനി നിങ്ങൾക്ക് ഫീസ് കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്താണ്? ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് കിട്ടി. ഫീസ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 25-ാം തീയതിയാണ്. അതും എന്താ രാത്രി 11:50 വരെയാണ് ഫീസ് പേ ചെയ്യാനുള്ള നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് വരുത്താനുണ്ട് എങ്കിൽ അത് ചെയ്യാനും നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് ഡേറ്റ് വരുന്നുണ്ട്. എപ്പോഴാണ്? ഒക്ടോബർ 27 തൊട്ട് ഒക്ടോബർ 29th വരെ നിങ്ങൾക്ക് ടൈം കിട്ടുന്നുണ്ട്. അതും രാത്രി 11:50 വരെ മാത്രമാണ് മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. ആ ടൈമിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ CSIRന്റെ സൈറ്റിൽ നല്ല വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഇത്തരം കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ മുന്നിൽ ഉള്ളപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്, ഇപ്പോൾ തന്നെ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമിന്റെ ഡേറ്റ് നിങ്ങൾക്ക് വന്നു, ഇനി നമ്മൾക്ക് മുന്നിൽ 2 മാസം പോലും ഇല്ല. അപ്പൊ ഈ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾ എന്താണ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. നമ്മുടെ CCയിൽ എന്താണ്, നമ്മുടെ നമ്മുടെ CSIR ഫിസിക്സിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബാച്ചിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോർഡ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങളിലേക്ക് എത്തും. എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് കൂടി രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.